BA പൊളിറ്റിക്കൽ സയൻസ് 5ാമത്തെ സെമസ്റ്ററിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റാണ് ഇന്ന് ആദ്യമായിട്ട് നോക്കുന്നത്. ഇതിനകത്ത് 4 മൊഡ്യൂൾസ് ഉണ്ട്. 4 മൊഡ്യൂൾസിലായിട്ട് 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ, നാച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള യൂണിറ്റാണ് ആദ്യമായിട്ട് നോക്കുന്നത്. ഇതിലാദ്യം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നുള്ളതാണ്. അതിനെ ഒറ്റവാക്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന സേവനത്തെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് അവരുടെ ലക്ഷ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥരിലൂടെ അല്ലെങ്കിൽ പ്രത്യേകം വിഭജിച്ചിട്ടുള്ള ആ ഒരു വിഭാഗക്കാരിലൂടെ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് എത്തിക്കുന്നു. അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെ എക്സാമിന് എഴുതാൻ തരത്തിലാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി മനുഷ്യ വിഭവങ്ങളെയും ഭൗതിക വിഭവങ്ങളെയും സംഘടിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സും മെറ്റീരിയൽ റിസോഴ്സും സംഘടിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിനെ പ്രധാനമായിട്ട് 2 തരത്തിൽ കാണുന്നുണ്ട്. അതിൽ ചിലർ പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടർ പറയുന്നത്, ഗവൺമെൻറ്റിന് പ്രധാനമായിട്ട് നമുക്കറിയാവുന്നത് പോലെ 3 ശാഖകളുണ്ട്. അതിൽ നിയമനിർമ്മാണം, കാര്യനിർവഹണം, പിന്നെ നീതിന്യായം എന്ന് പറഞ്ഞിട്ട് 3 തരത്തിലെ കാര്യങ്ങൾ എപ്പോഴും അത് 3 ശാഖയും ഗവൺമെൻറ്റിന് ഉള്ളതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള ആൾക്കാർ പറയുന്നത് ഈ 3 ശാഖയിലുമുള്ള സകല വർക്കും, സകല പ്രവർത്തനങ്ങളും ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മറ്റു ചില കൂട്ടർ പറയുന്നത് ഇതിനകത്തുള്ള കാര്യനിർവഹണം അല്ലെങ്കിൽ ഭരണ നിർവഹണം എന്നുള്ള ഒരു കൂട്ടർ, ഈ എക്സിക്യൂട്ടീവ് മേഖലയിലുള്ള അതിലെ പ്രവർത്തനങ്ങൾ മാത്രമേ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വരുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കൂട്ടർ പറയുന്നത്. ഇങ്ങനെ 2 തരത്തിലാണ് അതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നാച്ചർ, സ്വഭാവവും 2 തരത്തിൽ പറയുന്നുണ്ട്. 2 വ്യൂസ് അതിനുണ്ട്. ഒന്നാമത്തത് ഇൻ്റഗ്രൽ വ്യൂ, രണ്ടാമത്തത് മാനേജറിയൽ വ്യൂ. ഇൻ്റഗ്രൽ വ്യൂവിനകത്ത് ഒരു സ്ഥാപനത്തിൻ്റെ താഴെ തട്ടിലുള്ള സ്റ്റാഫ് മുതൽ അതിൻ്റെ ഏറ്റവും ഹൈ പൊസിഷനിലിരിക്കുന്ന വ്യക്തി വരെ സകലരും ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇൻ്റഗ്രൽ വ്യൂവിനകത്ത് പറയുന്നത്. ഇത് പറയുന്നത് LD വൈറ്റ് ആണ്. സകല ആൾക്കാരും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മാനേജറിയൽ വ്യൂവിൽ പറയുന്നത് എല്ലാവരും വരില്ല. ഇതിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന മാനേജർ വകുപ്പിലുള്ളവർ മാത്രമേ ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. സകല സ്റ്റാഫുകളും ഉൾപ്പെടാതെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നവർ മാത്രം ഇൻക്ലൂഡ് ആവുന്നതാണ് ഇത്. അടുത്തതായിട്ട് സ്കോപ്പാണ്. സ്കോപ്പിനെയും 2ആയിട്ട് തന്നെ തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് പോസ്റ്റ് കോർബ് എന്ന് പറയും. പോസ്റ്റ് കോർബ്, ഈ പോസ്റ്റ് കോർബിലെ POST CORB ഇങ്ങനെയുള്ള ഓരോ അക്ഷരത്തിനും ഓരോ കാര്യത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ P പ്ലാനിംഗ് ആണ്, പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ളത്. ഓർഗനൈസിങ്, ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജോലിക്കാരെ ക്രമീകരിക്കുന്നത് ഇവരാണ്. അടുത്തത് സ്റ്റാഫിംഗ്, ജീവനക്കാരെ നിയമിക്കൽ, അവർക്കുള്ള പരിശീലനം നൽകലൊക്കെ സ്റ്റാഫിംഗ് ആണ്. D ഡയറക്റ്റിംഗ്, ഉത്തരവുകളൊക്കെ നൽകുക, അതിനെയൊക്കെ നടത്തിപ്പിക്കുന്ന ആ ഒരു രീതികളാണ് അവരുടേത്. CO എന്ന് പറയുന്നത് കോഓർഡിനേറ്റിംഗ് ആണ്. ഈ വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അവരെല്ലാവരെയും കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു സമയം വരുമ്പോൾ അവരെ കൂട്ടിച്ചേർക്കുന്നത് ഈ കോഓർഡിനേറ്റിംഗ് ആണ്. R റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ട് വഴി ഉന്നത ഉദ്യോഗസ്ഥരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. B ബഡ്ജറ്റിംഗ്, സാമ്പത്തികമായിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ നടത്തുക. അവിടുത്തെ സകല സാമ്പത്തിക കാര്യങ്ങളും നടത്തുന്നത് ഈ ബഡ്ജറ്റിംഗ് ടീമായിരിക്കും. ഇത്രയുമാണ് ഈ പോസ്റ്റ് കോർബ് എന്നുള്ള ആദ്യത്തെ സെക്ഷനിൽ വരുന്നത്. ഇത്രയും ഉണ്ടെങ്കിൽ ഒരു ഭരണനിർവഹണത്തിൽ ഇത്രയും മതി എന്നുള്ളതാണ് ഇവരുടെ തീരുമാനം. അവർ ഈ ഒരു പോസ്റ്റ് കോർബ് ഉണ്ടെങ്കിൽ സകലതുമായി എന്നുള്ളതാണ് അവരുടെ ആ ഒരു കാഴ്ചപ്പാട്. എന്നാൽ സബ്ജക്റ്റ് മാറ്റർ വ്യൂവിൽ പറയുന്നത് പോസ്റ്റ് കോർബ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണ്. പകരം
ഏത് വിഭാഗമാണോ അവർക്ക് ആ വിഭാഗത്തെ പറ്റിയിട്ടുള്ള സകല കാര്യങ്ങളും അറിവുണ്ടായിരിക്കണം. ആ അറിവിനാണ് പ്രധാനം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫ് ഉണ്ടായിരുന്നിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന് അതിൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ ക്രമീകരിക്കാൻ ആളുണ്ടായിരുന്നിട്ടോ കാര്യമില്ല. പകരം അവിടെ വരുന്ന രോഗികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഡോക്ടറിന് അറിവുണ്ടായിരിക്കണം, ഏത് മരുന്ന് കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടായിരിക്കണം, രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ കഴിയണം. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള അറിവാണ് പ്രധാനം എന്നുള്ളതാണ് സബ്ജക്റ്റ് മാറ്റർ വ്യൂവിൽ പറയുന്നത്. പോസ്റ്റ് കോർബല്ല, അത് വെറും ഒരു ടൂള് മാത്രമാണ്. പോസ്റ്റ് കോർബെന്ന് വെച്ചാൽ ഒരു ഉപകരണം മാത്രം, അതൊരു വെറും ഒരു ടെക്നിക്ക് മാത്രമാണ്. പകരം അറിവിനാണ് പ്രധാനം എന്നുള്ളത്. ഏത് സബ്ജക്റ്റാണോ ഏത് ഡിപ്പാർട്ട്മെൻ്റാണോ അവർക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. ഇതിന് ലൂയിസ് മെറിയം എന്ന് പറയുന്നൊരു വ്യക്തി പറയുന്നത് ഒരു കത്രികയുടെ ഒരു ബ്ലൈഡ് മാത്രമാണ് പോസ്റ്റ് കോർബെന്നത്. മറ്റേ ബ്ലൈഡ് ഈ ഒരു സബ്ജക്റ്റ് മാറ്റർ വ്യൂ ആണ്. 2 ബ്ലൈഡും ഉണ്ടെങ്കിൽ മാത്രമേ ആ കത്രികയ്ക്ക് അതിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉപയോഗം നടക്കണമെങ്കിൽ അതിൻ്റെ 2 വശങ്ങളും 2 ബ്ലൈഡുകളും ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു കത്രികയുടെ 2 ബ്ലൈഡിന് തുല്യമാണ് ഈ 2 വ്യൂസ് എന്നുള്ളതാണ് ലൂയിസ് മെറിയം പറയുന്നത്. അടുത്തത് ഇവല്യൂഷനാണ്. ഇതിൻ്റെ പരിണാമം എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതൊരു പുതിയ സബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പുരാതനത്തിൽ നിന്ന് തന്നെയാണ്. കൗഡല്യൻ്റെ അർത്ഥശാസ്ത്രമാണ് അതിൻ്റെ മെയിൻ ഒരു എക്സാമ്പിൾ എന്ന് പറയാൻ സാധിക്കുന്നത്. കാരണം അതിനകത്ത് ഇന്ത്യയിലെ പുരാതന ഭരണകൂടത്തെ പറ്റിയിട്ട് ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് കൗഡല്യൻ്റെ അർത്ഥശാസ്ത്രം. ഭരണത്തെ പറ്റിയിട്ട് സാമ്പത്തികത്തിനെ പറ്റിയിട്ടൊക്കെ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഇന്ന് നിലവിൽ വന്ന ഇപ്പോഴും ഈ ഒരു ആധുനിക കാലത്ത് നിലവിൽ വന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ ബേസ് സത്യത്തിൽ ഇതൊക്കെ തന്നെ പുരാതന കാലത്തിൽ ഉണ്ടായിരുന്നതാണ്. അതുപോലെ യൂറോപ്യൻ ചിന്തകരായിട്ടുള്ള പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ അവരൊക്കെ തന്നെ ഈ ഒരു ഭരണമേഖലയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളവരാണ്. മാക്കിയവെല്ലിയുടെ ദി പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഇതിലെ ഉദ്യോഗസ്ഥരെ പറ്റിയിട്ട് അവരുടെ സ്വഭാവത്തെ പറ്റിയിട്ടൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ക്യാമറലിസം. ഇത് 18ാം നൂറ്റാണ്ടിൽ വന്നൊരു പഠനമാണ് ക്യാമറലിസം എന്ന് വെച്ചാൽ. അത് ജർമ്മനിയിലും പേർഷ്യയിലും ഒക്കെ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്തുള്ള ഒരു ഭരണ പഠനമാണ് ഈ ഒരു ക്യാമറലിസം എന്ന് പറയുന്നത്. 18ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെ ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ശാസ്ത്രശാഖയായിട്ട് ഇപ്പോൾ പഠനങ്ങളിൽ വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എപ്പോഴും പുരാതനത്തിൽ നിന്ന് തന്നെയാണ്. 1972 ചാൾസ് ജീൻ ബോണിൻ ആദ്യമായിട്ട് പൊതുഭരണത്തെക്കുറിച്ചൊരു ബുക്കും എഴുതിയിട്ടുണ്ട്. അടുത്തത് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെയും വ്യത്യാസങ്ങളും സിമിലാരിറ്റീസും ആണ്. അതിൻ്റെ വ്യത്യാസങ്ങളിൽ പേജ് നമ്പർ 15 കുറച്ച് പോയിന്റുകളുണ്ട്. ഒന്ന്, പൊളിറ്റിക്കൽ ഡയറക്ഷൻ എന്ന് വെച്ചാൽ പൊതുഭരണം എപ്പോഴും രാഷ്ട്രീയ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും. രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എപ്പോഴും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വഹിക്കുന്നത്. എന്നാൽ സ്വകാര്യം അല്ലെങ്കിൽ പ്രൈവറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവിടെ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം വളരെ കുറവായിരിക്കും. അതിനൊരു എക്സാമ്പിൾ, നമ്മുടെ സപ്ലൈ കോയിലൊക്കെ നമുക്ക് അരി കിട്ടുന്നത്, അരി സൗജന്യമായിട്ടൊക്കെ കിട്ടുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് അത് തികച്ചും രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ കാരണം സംഭവിക്കുന്നതാണ്. അവിടെ അരി സൗജന്യമായി കിട്ടുക എന്നുള്ളത് തികച്ചും ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ്. എന്നാൽ അതേസമയം സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു അരിയുടെ വില കൂട്ടണോ കുറയ്ക്കണോ, അതിൻ്റെ വില എന്താണെന്ന് തീരുമാനിക്കുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത രണ്ടാമതായിട്ട് അതിനകത്ത് വരുന്നത് സ്വകാര്യ മേഖലകൾ എപ്പോഴും അവരുടെ ലക്ഷ്യം എന്നുള്ളത് പണം, ലാഭം എന്നുള്ളതാണ്. പക്ഷേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമല്ല, പകരം പൊതുജനങ്ങളുടെ ക്ഷേമമാണ്. അതിനും ഒരു എക്സാമ്പിൾ KSRTC ഉണ്ട്. KSRTC ബസ് ഏത് ഗ്രാമമേഖലകളിലായാലും ചിലപ്പോൾ ആൾ കയറില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലായിരിക്കും അവരുടെ സർവീസ് അവർ നടപ്പിലാക്കും. പക്ഷേ പ്രൈവറ്റ് ബസ്സുകളെന്ന് പറഞ്ഞാൽ ലാഭം കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഓടാറുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. അടുത്തൊരെണ്ണം പ്രസ്റ്റേജ് ആണ്. ഗവൺമെൻറ് സ്റ്റാഫിന് നമുക്കറിയാം എപ്പോഴും സമൂഹത്തിലൊരു വാല്യൂ ഉണ്ട്. ഒരു കളക്ടറിന് കിട്ടുന്ന ഒരു വിലയല്ല സമൂഹത്തിൽ മറ്റൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് കിട്ടുന്നത്. അവിടുത്തെ ഒരു ഹെഡ് ആയാലും
കളക്ടറിന് കിട്ടുന്ന വാല്യൂ ഒരിക്കലും ആ ഒരു ഹെഡിന് കിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നങ്ങളും അവിടെയുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ കാര്യങ്ങളെല്ലാം എപ്പോഴും പൊതുജനങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു മരുന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയം തന്നെ ആയിരിക്കും. അത് പൊതുജനങ്ങൾ ഏറ്റെടുക്കും. എന്നാൽ അതേസമയം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഒന്നാമത് ഹോസ്പിറ്റലുകാർ തന്നെ അതിനെ ഹൈഡ് ചെയ്ത് വെക്കും, രണ്ടാമത് പൊതുജനങ്ങൾ അതിനെ ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് അന്വേഷിക്കാൻ പോകാറുമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും പബ്ലിക്കിനും പ്രൈവറ്റിനും ഉണ്ട്. അടുത്തൊരെണ്ണം സർവീസ് അതിൻ്റെ കോസ്റ്റ് ആണ്. ഗവൺമെൻറ് എപ്പോഴും പണത്തിനല്ല ജനത്തിൻ്റെ ക്ഷേമത്തിനാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതിനും ഒരു എക്സാമ്പിൾ ബേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം തന്നെ എടുക്കാം. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ ബുക്ക് സൗജന്യമായി കൊടുക്കുന്നു, ഫുഡ് സൗജന്യമായി കൊടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റാമ്പെന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞ് വളരെ തുച്ഛമായ പൈസ മാത്രമേ അവർ ഈടാക്കുന്നുള്ളൂ. അതേസമയം പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിൽ സകല കാര്യങ്ങൾക്കും പാരൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ സകല വിദ്യാഭ്യാസ കാര്യങ്ങളിലും അവർ പണം ഈടാക്കുന്നുണ്ട്. എന്നാൽ ഗവൺമെൻറ് അതെല്ലാം സ്വന്തമായിട്ടാണ് വഹിക്കുന്നത്, ഗവൺമെൻറ്റിൽ നിന്നാണ് വഹിക്കുന്നത്. പകരം അവർക്ക് വിദ്യാഭ്യാസം എന്നൊരു ധനം മാത്രം അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. അതല്ലാണ്ട് ഇങ്ങോട്ടേക്ക് ലാഭം അവർ അന്വേഷിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. അടുത്തൊരെണ്ണം ലീഗലാണ്. ലീഗൽ ഫ്രെയിംവർക്കിൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പബ്ലിക്കിനാണ് ഏറ്റവും കൂടുതൽ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലാണ് ഏറ്റവും കൂടുതൽ അത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ബാധിക്കുന്നത്. എന്നാൽ പ്രൈവറ്റിന് അത്രയധികം അത് ബാധിക്കില്ല. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്, കൺസിസ്റ്റൻസി ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതെന്ന് പറയുമ്പോൾ പാവപ്പെട്ടവരെന്നില്ല പണക്കാരെന്നില്ല, എല്ലാവരും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സെയിം ആയിരിക്കും. പക്ഷേ പ്രൈവറ്റിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ മുൻതൂക്കങ്ങളനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് അത് മാറിക്കൊണ്ടേ ഇരിക്കും. ഒരു റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ കോടീശ്വരൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കൊടുക്കുക, അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. എല്ലാവരും പാവങ്ങളായാലും ശരി പണക്കാരായാലും ശരി ആരായാലും ഒരേപോലെ ക്യൂ നിൽക്കുക. എന്നാൽ അതൊരു പ്രൈവറ്റ് ഇതാണെങ്കിൽ അവർക്ക് അങ്ങനെയല്ല. അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്കിപ്പോൾ ഒരു പ്രൈവറ്റ് ബാങ്ക് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആ ഒരു വ്യക്തിയായിരിക്കും അവർ ആദ്യം ട്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവിന് മാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ കറൻസിയൊക്കെ അവർക്ക് മാത്രമേ, അവരുടെയൊക്കെ കീഴിൽ മാത്രം വരുന്നതാണ്. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനും അതിനോടൊപ്പം മത്സരിക്കാൻ സാധിക്കില്ല. ഇനി ഇതിൻ്റെ സിമിലാരിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടർക്കും, പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും രണ്ട് കൂട്ടർക്കും പ്ലാനിങ് വേണം, നല്ലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം, നല്ലൊരു മാനേജ്മെൻറ്റിന് ഇവരെ നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇതൊക്കെ രണ്ട് കൂട്ടർക്കും സെയിം ആണ്. അതുപോലെ തന്നെ രണ്ടുപേരും ക്ലയൻസിനെ ആയാലും കസ്റ്റമേഴ്സിനെ ആയാലും നല്ലതുപോലെ ട്രീറ്റ് ചെയ്യണം. അവരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് നല്ല രീതിക്ക് ഉണ്ടായിരിക്കണം. ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് അവർ ജനങ്ങളോടും അല്ലെങ്കിൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതിനകത്ത് വരുന്നവരാണെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനോടും ഒക്കെ വളരെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടത് ഫ്ലോപ്പ് ആവും. പിന്നെ രണ്ടുപേരും അവരുടെ സർവീസുകൾ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. താഴേക്ക് പോവാതെ എപ്പോഴും ഹൈയിലോട്ട് കൊണ്ടുവരാൻ രണ്ട് കൂട്ടരും ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇവരുടെ സിമിലാരിറ്റീസ് ആണ്. ഇനി അടുത്തത് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആണ്, വികസന ഭരണം. ഡെവലപ്പിംഗ് നേഷൻസിൽ എന്ന് വെച്ചാൽ വികസ്വര രാജ്യങ്ങളിൽ അതിൽ സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾക്ക് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് വികസന ഭരണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും ഡെവലപ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, അതിനെയാണ് വികസന ഭരണം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതിയാണ് അവർ ലക്ഷ്യമിടുന്നത്, പുരോഗതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പേജ് നമ്പർ 21. അതിൽ ഒന്നാമതായിട്ട് രാജ്യത്തിൻ്റെ മോശപ്പെട്ട അവസ്ഥയെ മാറ്റി ഹൈയിലോട്ട് കൊണ്ടുവരിക. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. കറൻസി നമ്മൾ കയ്യിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്കീമിനെ മാറ്റി ഇപ്പോൾ വെറും ഒരു ഇൻ്റർനെറ്റിൻ്റെ ഇതിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓൺലൈനായിട്ട് പണമിടപാടൊക്കെ നടത്താൻ വളരെ സുഖമായിട്ടുണ്ട്. ഇത് നല്ലൊരു പുരോഗതിയാണ് കാണിക്കുന്നത്. പിന്നെ അവർ ഗോൾ ഓറിയൻറ്റേഷനാണ്, ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു 5 വർഷം അവർ ഭരിക്കുമ്പോൾ അവരാദ്യമേ ഒരു ഇതിടും, എന്താണ് ഇപ്രാവശ്യം നമുക്ക് കുടിവെള്ളം എല്ലാ സ്ഥലങ്ങളിലും ഓരോ വീടുകളിലും കുടിവെള്ളം കൃത്യമായി എത്തിയിരിക്കണം എന്നൊരു ലക്ഷ്യമിടുകയും അതിന് വേണ്ടിയിട്ടാണ് പിന്നീട് പ്രവർത്തിക്കുന്നത്. അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ജലജീവൻ പദ്ധതി. ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ അവരുടെ ലക്ഷ്യങ്ങളെ അവർ പ്രവർത്തിച്ച് എടുക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും ഒക്കെ മുൻഗണന കൊടുക്കുന്നുണ്ട്. കുടുംബശ്രീയൊക്കെ പോലുള്ള പദ്ധതികളിലൂടെ സ്വയം തൊഴിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പബ്ലിക്കിന്
എങ്ങനെയൊക്കെ നേട്ടം വരുത്താൻ പറ്റുമോ അതെല്ലാം അവർ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളാണ്. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തീരുമാനിക്കാതെ പല കാര്യങ്ങളിലും ജനങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു സ്വഭാവം പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ഉണ്ട്. പദ്ധതികളിൽ ജനങ്ങളെ ഉൾപ്പെടുത്താറുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഒരു വാർഡിൽ എന്തൊക്കെ വികസനം വേണം എന്നുള്ളത് ആ നാട്ടിലെ ജനങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടി ഗ്രാമസഭ നടത്തി അതിൽ തീരുമാനിക്കാറുണ്ട്. ഇത് വളരെ നല്ലൊരു ജനങ്ങളെ ഉൾപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു കോഓർഡിനേഷൻ നടക്കുന്നുണ്ട്. പല വകുപ്പുകളും ചേർന്ന് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് ഇന്ന വകുപ്പ് വേറെയാണ്, ആ വകുപ്പ് വേറെയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതിന് എക്സാമ്പിളാണ് പ്രളയത്തിന്റെ സമയം. ആ സമയത്ത് ഇത് പോലീസുകാർ ചെയ്യേണ്ടതാണ്, ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ പോലീസ് ആയാലും പട്ടാളമായാലും ഹെൽത്ത് ആയാലും ശരി, മറ്റ് എല്ലാ കാര്യങ്ങളും റവന്യൂ ആയാലും എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒറ്റ ഇതിൽ ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ആ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. ചുറ്റുമുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, പരിസ്ഥിതി സാഹചര്യത്തിനനുസരിച്ച് ഭരണത്തിൽ മാറ്റം വരുത്തുന്നതാണിത്. അപ്പോഴത്തെ അവസ്ഥ എന്താണോ, ആ ഒരു ചുറ്റുപാട് എന്താണോ, ആ സാമൂഹികപരമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതനുസരിച്ച് നിയമത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുക, അതിനെ നല്ല രീതിക്കൊന്ന് തരണം ചെയ്യുക. ഇതിന് അവർ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നിയമത്തെ ചെറിയ രീതിക്ക് മാറ്റങ്ങൾ വരുത്താൻ എപ്പോഴും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ചുകൊണ്ട് ദുരന്ത നിവാരണത്തിന്റെ അതോറിറ്റിക്കാർ പുതിയ സുരക്ഷാ നിയമങ്ങൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം അതിന്റെ ഉദാഹരണമാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. ഫസ്റ്റത്തെ മൊഡ്യൂളിലെ 1ാമത്തെ യൂണിറ്റ് തീർന്നു.